ഉദുമ ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ക്ലബ്ബുകൾക്ക് സ്പോർട്സ് കിറ്റുകൾ നൽകി. ഉദുമ നിയോജക മണ്ഡലം മുൻ എംഎൽഎ കെ.വി. കുഞ്ഞിരാമൻ കിറ്റുകളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഇമ്മാനുവൽ സിൽക്സ്, കാഞ്ഞങ്ങാട്, കണ്ണൂർ ആൻഡ് തൃശൂർ. 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഉദുമ ഗ്രാമപഞ്ചായത്ത് ക്ലബ്ബുകൾക്ക് സ്പോർട്സ് കിറ്റുകൾ നൽകിയത്. പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച കിറ്റ് വിതരണം ഉദുമ നിയോജക മണ്ഡലം മുൻ എംഎൽഎ കെ.വി. കുഞ്ഞിരാമൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ പുതിയ തലമുറ വല്ലാതെ പല വിധത്തിലുള്ള മയക്കുമരുന്നുകൾക്ക് അടിപ്പെടുന്ന ഒരു കാലമാണ്. സ്വാഭാവികമായും അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് അവരെല്ലാം വന്നു ചേരുന്നത് അവർക്ക് ഓരോ സ്ഥലത്തും ഒന്നിച്ചു ചേർന്നിരുന്ന് പരസ്പരം കാര്യങ്ങൾ പങ്കുവഹിച്ച് അവരുടെ മാനസികമായ സംഘർഷങ്ങളും പ്രശ്നങ്ങളും എല്ലാം ഒഴിവാക്കി പോകുന്നതിന് വേണ്ടി പഴയതുപോലൊരു കൂട്ടായ്മ എല്ലാ സ്ഥലത്തും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. അവരിലേക്ക് മാത്രമായി ചുരുങ്ങുകയും അവരാലോചിക്കേണ്ടുന്ന സ്വീകരിക്കേണ്ടുന്ന നല്ല മാർഗങ്ങൾ, നല്ല നിലപാടുകൾ, ഇതിനപ്പുറത്ത് വളരെ സങ്കുചിതമായ ചില നിലപാടിലേക്കും ചില ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിലേക്കുമെല്ലാം അവരെല്ലാം അറിയാതെ പോകുന്നു എന്നുള്ളതുകൊണ്ടാണ് ഇന്ന് കേരളത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമായി ചെറുപ്പക്കാർക്കിടയിലെ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗവും വ്യാപനവും വലിയ നിലയിലുള്ള. ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി. ലക്ഷ്മി അധ്യക്ഷയായി. ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രവർത്തക സമിതി അംഗം പള്ളം നാരായണൻ, ദേശീയ കബഡി താരവും റിട്ടയർഡ് സുബേദാറുമായ ഗിരീഷ് മുല്ലച്ചേരി എന്നിവർ ക്ലബ്ബുകൾക്ക് വേണ്ടി ആദ്യ കിറ്റുകൾ ഏറ്റുവാങ്ങി. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാതൂർ മുഖ്യാതിഥിയായി സംബന്ധിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ.വി. ബാലകൃഷ്ണൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ പി. സുധാകരൻ, സൈനബ അബൂബക്കർ, എം.ബി.വി, മറ്റ് ഭരണസമിതി അംഗങ്ങൾ എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി പി. അജയൻ സ്വാഗതവും വിനോദ് മേൽപ്പുറത്ത് നന്ദിയും പറഞ്ഞു. പഞ്ചായത്ത് പരിധിയിലെ 50ഓളം ക്ലബ്ബുകൾക്കാണ് കിറ്റുകൾ നൽകിയത്. ന്യൂസ് ബ്യൂറോ, ഉദുമ.